എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38 39 വാക്യങ്ങൾ. യോഹന്നാൻ 1:38 39. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനാദികാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ സ്പഷ്ടമാക്കിയ സുവിശേഷ മുഖവുര യോഹന്നാൻ നൽകിയതിന് ശേഷം ജഡം ധരിച്ച വചനമായ യേശുവിൻ്റെ സാധാരണ മനുഷ്യ ജീവിതങ്ങളോടുള്ള ഉൾച്ചേരലുകളെ, ആശയവിനിമയങ്ങളെയുമൊക്കെ യോഹന്നാൻ വ്യക്തമാക്കുന്നു. യോഹന്നാൻ സ്നാപകൻ മശിഹായുടെ മുന്നോടി എന്നുള്ള തൻ്റെ നിയോഗത്തെ സാധൂകരിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യരെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ട് സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാട്ടി. സ്നാപകരെ 2 ശിഷ്യന്മാർ ഉടൻ തന്നെ കർത്താവിനെ അനുഗമിച്ചു. ഈ കാര്യം സംഭവിച്ചതിലൂടെ യോഹന്നാന്റെ പ്രഭാവം കുറയുകയും യേശു വളരുകയും ചെയ്തു. താൻ പ്രസംഗിച്ച വചനത്തിനനുസരണമായി ജീവിക്കാൻ സന്നദ്ധതയുള്ള ഒരു പ്രസംഗകനെയാണ് ഇവിടെ കാണുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങളെ ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കാൻ സന്നദ്ധതയുള്ള പ്രവർത്തകരെയും നേതാക്കളെയും കാണുന്നതിനും അനുഭവിക്കുന്നതിനും ലോകം കാത്തിരിക്കുകയാണ്. സ്നാപകൻ അങ്ങനെ ഒരാളായിരിക്കുന്നു. തന്നെ അന്വേഷിച്ചു വന്ന 2 സ്നാപക ശിഷ്യരോട് നിങ്ങൾ എന്തന്വേഷിക്കുന്നുവെന്ന് യേശു ചോദിച്ചതിന് കേവലം ഒരു അന്വേഷണം എന്നതിനേക്കാൾ ആഴമുണ്ട്. യഥാർത്ഥത്തിൽ അവർ അന്വേഷിക്കുന്നത് എന്താണ് എന്നുള്ള ഒരു ചൂഴ്ന്നിറങ്ങുന്ന ചോദ്യമാണ് യേശു ഉയർത്തിയത്. ഓരോരുത്തരുടെയും മതജീവിത അന്വേഷണങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാകാം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും യേശുവിൻ്റെ ഈ അർത്ഥവത്തായ ചോദ്യത്തിനുള്ള സത്യസന്ധമായൊരു മറുപടി അനിവാര്യമാണ്. അന്വേഷിച്ചു വരുന്ന ജീവിതങ്ങളോട് ഇപ്രകാരമുള്ള ആശയ സംവാദത്തിൽ ഏർപ്പെടുന്നതിന് യേശു എപ്പോഴും മുൻകൈയെടുക്കുന്നുണ്ട്. ഒരു വ്യക്തിപര ബന്ധത്തിലേക്ക് എല്ലാ അന്വേഷകരെയും യേശു ക്ഷണിക്കുന്നു. അന്ന് തന്നോടുകൂടെ പാർക്കുന്നതിന് യേശു അവരെ ക്ഷണിച്ചു. അവർ അത് സ്വീകരിക്കുകയും ചെയ്തു. യേശുവിൻ്റെ വാക്കും പ്രവൃത്തിയും വാസസ്ഥലവും ആ 2 ശിഷ്യരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവണം. അന്ത്രയാസ് തൻ്റെ സഹോദരനായ ശിമോൻ പത്രോസിനോട് അവരുടെ കണ്ടെത്തലിനെ കുറിച്ച് പറഞ്ഞത് ഈ സ്വാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ കഴിവുകളും സാധ്യതകളുമുള്ള ശിമോൻ പത്രോസ് യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് ചേർക്കപ്പെട്ടു. പാറ എന്നർത്ഥമുള്ള കേഫ എന്ന ശീമോന് പേര് നൽകപ്പെട്ടു. ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുമ്പോൾ അവർക്കായി തീരാൻ കഴിയുന്ന സാധ്യതകളുടെ യാഥാർത്ഥ്യം യേശു തമ്പുരാൻ കണ്ടറിയുന്നവനും അവർക്ക് ആ പേര് നൽകി അവരെ പുതുമനുഷ്യരാക്കാൻ കഴിയുന്നവനുമാണ്. ബലഹീനരും പെട്ടെന്ന് തകർന്നു പോകാവുന്നതുമായ സാധ്യതയുള്ള കൊച്ചു മനുഷ്യരെ ദൈവസഭയുടെ തൂണുകളാക്കി തീർക്കാൻ യേശുവിൻ്റെ രൂപാന്തരീകരണ ശക്തിക്ക് കഴിയും. അതുകൊണ്ട് പറയുന്നത് പ്രാവർത്തികമാക്കുകയും പ്രാവർത്തികമാക്കുന്നത് അല്ലെങ്കിൽ ആക്കാവുന്നത് പറയുകയും ചെയ്യുന്ന സത്യസന്ധരായ ദൈവ മനുഷ്യരാകാൻ സ്നാപക യോഹന്നാൻ നമുക്ക് പ്രചോദനം നൽകുന്നു. നിങ്ങൾ എന്തന്വേഷിക്കുന്നുവെന്ന്
ഹൃദയാന്തർഭാഗത്തേക്ക് നോക്കി ചോദ്യമുയർത്തുന്ന യേശുവിനെ നാം കാര്യമായി പരിഗണിച്ച് സത്യസന്ധമായി ഉത്തരം നൽകാൻ ശ്രമിക്കണം. യേശുവുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിന് കർത്താവ് നമ്മെ ക്ഷണിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാവണം. തീർച്ചയായും അങ്ങനെ സ്വീകരിച്ചവർ യേശുവിൻ്റെ പാർക്കുന്ന സ്ഥലം കണ്ട് അവനോടുകൂടെ പാർത്തു. കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തിയെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. നമ്മോട് കൂടെ പാർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിനോടുകൂടെ പാർക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. അപ്പോൾ ഒരു സാന്നിധ്യത്തിൻ്റെ നിറവിലായിരിക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു എന്നുള്ള ബോധ്യം ജീവിതത്തിലുടനീളം നമ്മെ ഭരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയോടുള്ള ആത്മബന്ധത്തിന് ഞങ്ങളെ ക്ഷണിക്കുന്നു എന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിച്ചുവല്ലോ. അങ്ങയോട് ചേർന്ന് ജീവിതത്തിൻ്റെ സാധ്യതകൾ യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ സാന്നിധ്യ നിറവിലായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളുടെ നന്മയുടെ പുതിയ വർഷത്തിൽ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.